ഹായ് ഓൾ, എല്ലാവർക്കും ഡെൽറ്റ ട്രേഡിംഗ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സ്റ്റോക്സിലാണെങ്കിലും ഒരു ഫോറക്സിലാണെങ്കിലും ഒരു ക്രിപ്റ്റോയിലാണെങ്കിലും ഏതൊരു മാർക്കറ്റിലാണെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടൊരു ഘടകം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. പലർക്കും ട്രേഡിംഗ് വ്യൂ എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും അറിയില്ല. സോ അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നോർമലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഗൂഗിളിൽ പോയിട്ട് ട്രേഡിംഗ് വ്യൂ എന്ന് സെർച്ച് ചെയ്യുക. സോ ട്രേഡിംഗ് വ്യൂ സെർച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ tradingview.com എന്ന് പറയുന്ന ഒരു സൈറ്റ് അവൈലബിൾ ആയിരിക്കും, വെബ്സൈറ്റ് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. സോ ഈ ഒരു വെബ്സൈറ്റിലാണ് നമ്മളിന്ന് ട്രേഡിംഗ് ചാർട്ട്സ് നോക്കാൻ പോകുന്നത്. ചാർട്ട് നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യാറ്. സോ അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ചാർട്ട് നോക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റാണിത്. ഇതിൽ നമ്മൾ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ന്യൂസസ്, പിന്നെ പല പല കാര്യങ്ങൾ ഇതിൽ ഡെഫിനിഷനായിട്ട് താഴേക്ക് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ തന്നെ ചാർട്ട്സിൽ തന്നെ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സിൽ സൂപ്പർ ചാർട്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ചാർട്ട് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സൂപ്പർ ചാർട്ട്സ് ആണ്. ദെൻ സ്ക്രീൻസ്, കലണ്ടേഴ്സ്. കലണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്കോണമിക് കലണ്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എക്കോണമിക് കലണ്ടേഴ്സിൽ ആ ഒരു നമുക്കൊരു ടൈം പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് മാസം, ഏത് വർഷം, ഏത് ദിവസം എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിലുള്ള പ്രധാനപ്പെട്ട പല പല രാജ്യത്തുള്ള നമുക്കൊരു എന്താ പറയുക ന്യൂസസ് അവൈലബിൾ ആയിരിക്കും. ഇനി വരാൻ പോകുന്ന ന്യൂസസും തലേ ദിവസം മൺഡേ 16 ഇന്നലത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തലേ ദിവസത്തെ ന്യൂസസും എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഈ ന്യൂസിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന, വരാൻ പോകുന്ന ന്യൂസിനനുസരിച്ച് ട്രേഡ് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ നമുക്ക് ചെയ്യാം. ദെൻ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ്സിൽ എൻ്റെ വേൾഡിലുള്ള പുതിയ പുതിയ ന്യൂസസ്. ദെൻ അസറ്റ്സ്. നമുക്ക് ഏതിലാണ് ട്രേഡ് ചെയ്യാൻ നമുക്ക് ഉദ്ദേശിക്കുന്നത്? ഇൻഡിസസിലാണോ, സ്റ്റോക്സിലാണോ, ക്രിപ്റ്റോയിലാണോ, ഫ്യൂച്ചേഴ്സിലാണോ, ഏതൊക്കെയാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അങ്ങനത്തെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ബോണ്ടുകൾ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കിട്ടും. ദെൻ ന്യൂസസ്, മാർക്കറ്റ് ഫീഡ്സിലുള്ള ഓരോ സെക്ടറിലുള്ള സ്റ്റോക്സിലാണെങ്കിലും ETFസിലാണെങ്കിലും ക്രിപ്റ്റോയിലാണെങ്കിലും ഏതിലുള്ള പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നിങ്ങൾക്ക് താല്പര്യം? സോ മാർക്കറ്റ് ന്യൂസിൽ സ്റ്റോക്സ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസസ് ഉണ്ടായത്, ഓൾ ഓവർ ദ വേൾഡ് ആണ് പറയുന്നത് കേട്ടോ. നമുക്കിതിൽ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കൺട്രി ഏത് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അങ്ങനെ നോക്കാം. പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് ബേസിക്കലി നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രേഡിംഗ് വ്യൂവിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ സ്വന്തം അക്കൗണ്ടിൽ നമുക്ക് എപ്പോഴും ചാർട്ട്സിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് നമ്മുടെ അക്കൗണ്ടിൽ സേവ്ഡ് ആയിരിക്കും. സോ അതാണ് എപ്പോഴും സേഫ്. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മനുഷ്യൻ്റെ പടം അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ ക്ലിക്ക് ചെയ്യുക. ദെൻ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സൈൻ ഇൻ ഓപ്ഷനിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ വിത്ത് നമ്മുടെ ഗൂഗിൾ ID, ജിമെയിൽ നമ്മൾ ഈ ലോഗിൻ പാസ്വേഡ് ഉണ്ടെങ്കിൽ ഗൂഗിൾ ID ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ അംജിദ് അഹമ്മദ് എന്ന് പറയുന്ന ഐഡിയിലാണുള്ളത്. കണ്ടോ, അംജിദ് അഹമ്മദ് എന്ന് പറയുന്ന ഐഡിയിലാണുള്ളത്. സോ അതിനകത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. എൻ്റെ പ്രൊഫൈൽ സെറ്റിങ്സ് എടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ആപ്പിൻ്റെ അല്ലെങ്കിൽ ഈ സൈറ്റിൻ്റെ പ്രീമിയം വേർഷൻസ് എടുത്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ദെൻ നോട്ടിഫിക്കേഷൻസ് പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കും. പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. ദെൻ ട്രേഡ് തീം, നമ്മുടെ ചാർട്ട്സിൻ്റെ തീം ഡാർക്ക് തീം ഉണ്ട്, വൈറ്റ് തീം ഉണ്ട്. നമുക്കത് കാണിച്ചു തരാം. സോ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം എന്നുള്ളത്. ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണൽ ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂസസിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്ട്സ് എടുത്തു. പ്രൊഡക്ട്സിൽ സൂപ്പർ ചാർട്ട്സ് എന്നതിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രേഡ്സ് അല്ലെങ്കിൽ ചാർട്ട്സിലേക്ക് നമ്മൾ പോകുന്നത്. സോ സൂപ്പർ ചാർട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ചാർട്ട് നമുക്ക് ഓപ്പൺ ആയി വരും. സോ ഈ ചാർട്ട്സ്, ഈ ഒരു വേവ്, 1 സെക്കൻഡ് ഞാൻ എൻ്റെ ചാർട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ. സോ ഈ ഒരു ചാർട്ട് വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിസസിലോ അല്ലെങ്കിൽ ഒരു ഫോറക്സ് ട്രേഡോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ ഇത് എന്താ പറയുക, ഒരു വേവ് ആയിരിക്കും, ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു വേവ് ആയിരിക്കും. സോ മാർക്കറ്റിൽ ഈ പറയുന്ന സ്റ്റോക്കിൻ്റെയോ ഇൻഡെക്സിൻ്റെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഫോറക്സിൻ്റെയോ മൂല്യത്തിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ ഈ ചാർട്ട്സിൽ അനലൈസ് ചെയ്യുന്നത്. സോ ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഈ ഒരു സെക്ഷനിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനത് ഓരോന്നോരോന്നായിട്ട് വേഗം പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ പോലെ പ്രൊഫൈലാണ്. നമ്മൾ എന്തൊക്കെ നമ്മുടെ പേരിലാണോ ആരുടെ പേരിലാണ് ഇത് എടുത്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡാർക്ക് തീം വൈറ്റ് തീം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഡാർക്ക് തീം ആണ്. ദെൻ ഇഫ് ഇറ്റ്സ് ഓക്കെ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്, അതർവൈസ് യു ക്യാൻ ഗോ ഫോർ ഡാർക്ക് തീം ഓർ വൈറ്റ് തീം, ഇറ്റ്സ് അപ് ടു യു. സോ അങ്ങനെ നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ ഈ സെർച്ച് ബാർ. സെർച്ച് ബാർ എന്ന് പറയുന്നത് നമുക്ക് ഏത് വേണം, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ റിലയൻസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. സോ റിലയൻസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ റിലയൻസിൻ്റെ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വരിക. എല്ലാം സ്റ്റോക്സ് ആയിരിക്കും. ദെൻ റിലയൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫണ്ട്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. മ്യൂച്വൽ ഫണ്ട്സ്, റിലയൻസ് മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. ദെൻ റിലയൻസിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഇവിടെ കാണിക്കും. റിലയൻസിൻ്റെ ഫോറക്സിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് എന്തെങ്കിലും കാണിക്കും. റിലയൻസ് സാധാരണ ഫോറക്സിൽ
ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ കാണിക്കില്ല. ക്രിപ്റ്റോ, ഇൻഡിസസ് ഏതാണ് നമുക്ക് വേണ്ടത് നമുക്ക് സ്പെഷ്യലി സെലക്ട് ചെയ്യാം. അല്ല ഓൾ കൊടുത്തു കഴിഞ്ഞാൽ റിലയൻസുമായി ബന്ധപ്പെട്ട എല്ലാം ഇതിൽ അവൈലബിൾ ആയിരിക്കും. സോ റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഞാൻ ചൂസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ റിലയൻസ് ഇൻഡസ്ട്രീസ് സ്റ്റോക്ക് ചൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. റിലയൻസിന്റെ എന്താ പറയുക ഒരു ചാർട്ട് നമുക്ക് ഓപ്പൺ ആയി വന്നു. ഇതെന്താണെന്നുള്ള ഡെഫിനിഷൻ ഞാൻ വരുന്ന സമയത്ത് പറയാം. സോ ഇങ്ങനെ സെർച്ച് ചെയ്യാനായിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാം. ദെൻ ഒരു ചാർട്ടിന്റെ കൂടെ മറ്റൊരു ചാർട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ HDFC ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ ആദ്യത്തെ വന്നത് ഈ ഒരു ക്യാൻഡിൽസ് വന്നിരിക്കുന്നത്, ഇതിനെ ക്യാൻഡിൽസ് എന്നാണ് പറയുന്നത്. ഒരു ബോഡിയും ഒരു ഷെയ്ഡുമുള്ള ഒരു ക്യാൻഡിൽസ് ആണിത്. സോ ഈ ക്യാൻഡിൽസ് വന്നിരിക്കുന്നത് റിലയൻസിന്റെയും ഈ ലൈൻ വന്നിരിക്കുന്നത് HDFCയുടെയാണ്. സോ നമുക്ക് കമ്പാരിസൺ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഈ ടൈമിൽ ഒരു താഴത്തെ എക്സാസിൽ നമ്മൾ ടൈമാണ് പറയുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. സോ ഒരു സമയത്ത് റിലയൻസിന്റെ സ്റ്റോക്ക് നിന്നിരുന്ന ടൈമിൽ HDFC ബാങ്ക് ഏത് പൊസിഷനിലായിരുന്നു എന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. സോ ഞാനിത് തൽക്കാലത്തേക്ക് റിമൂവ് ചെയ്യാണ്, റിലയൻസ് മാത്രം വെച്ചിരിക്കുകയാണ്. അടുത്തത് വരുന്ന ടൈം ഫ്രെയിംസ് ആണ്. ഈ ടൈം ഫ്രെയിംസ് നമുക്ക് 1 മിനിറ്റ് മുതൽ എന്താ പറയുക വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ചാർട്ട് വരെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ഞാനിപ്പോൾ ഒരു ഡെയിലി ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെയിലിയാണ്, ഡെയിലി ടൈം ഫ്രെയിം ആണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ കാണുന്ന ഒരു ക്യാൻഡിൽ, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ദിവസത്തിനെ സൂചിപ്പിക്കുന്നു. വിച്ച് മീൻസ് റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഈ താഴത്തെ എക്സ് ആക്സിസിൽ നമുക്ക് കാണുന്നതെല്ലാം ടൈമാണ്, ഡേറ്റ് ആൻഡ് ടൈം. സോ ഈ പറയുന്ന സെപ്റ്റംബർ 30, 2024 മൺഡേ എന്ന് പറയുന്ന ദിവസം റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു ദിവസം മുഴുവൻ എത്ര രൂപ മുതൽ എത്ര രൂപ വരെ ചാർട്ടിൽ ട്രേഡ് ചെയ്തിരുന്നു എന്ന് കാണിക്കുന്നതാണ് ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. വലത് സൈഡിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണുന്നത്. പ്രൈസ് എത്ര രൂപ ഉണ്ടായിരുന്നു, എത്ര രൂപ മുതൽ എത്ര രൂപ വരെ പോയിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഞാൻ ഈ റിലയൻസിന്റെ ഒരു സ്റ്റോക്ക് എടുത്ത് ഞാൻ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സെപ്റ്റംബർ 30 മാർക്കറ്റ് ടോട്ടൽ ട്രാവൽ ചെയ്തിരിക്കുന്ന 1520 മുതൽ 1473 വരെ മാർക്കറ്റ് മൊത്തത്തിൽ പോയിട്ടുണ്ട്. സോ നമ്മൾ ഇങ്ങനെ നമുക്ക് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു വാല്യൂസ് കാണാൻ പറ്റും. ഓപ്പൺ ഓ മീൻസ് ഓപ്പൺ, ഹൈ, ലോ ആൻഡ് ക്ലോസ്. സോ നമ്മളൊരു ക്യാൻഡിൽ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടെ വാല്യൂസ് നമുക്ക് ഫിക്സഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. സോ ആ ക്യാൻഡിലിനെ സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് 1519 ക്ലോസ് ചെയ്തിരിക്കുന്നത് 1476 മാക്സിമം ഹൈ ആയി പോയിരിക്കുന്ന 1525 വരെയും ലോ വരെ പോയിരിക്കുന്നത് 1474 ആണെന്നുള്ളത് ഈ ഒരു വാല്യൂസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അടുത്ത് എനിക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഡി എന്ന് പറയുന്ന ടൈം ഫ്രെയിം, ഡെയിലി ടൈം ഫ്രെയിം ആയിരുന്നുണ്ട്. ഞാൻ 1H അഥവാ 1 അവർ, ഒരു മണിക്കൂറിന്റെ ഒരു ടൈം ഫ്രെയിം ആണ് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്ന 1 മണിക്കൂറാണ്. അതായത് 12 താഴത്തെ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ 9 ഡിസംബർ 2024 11:15 മുതൽ 12:15 വരെ ഇതും ഈ ഒരു ക്യാൻഡിലും, 12:15 മുതൽ 1:15 വരെ ഈ ഒരു ക്യാൻഡിലും, 1:15 മുതൽ 2:15 വരെ ഈ ക്യാൻഡിലും, അങ്ങനെ നമുക്ക് ഓരോ ടൈം ഫ്രെയിംസിലും നമുക്ക് ഒരു മണിക്കൂറിൽ എത്രത്തോളം ഈ ഒരു സ്റ്റോക്ക് ട്രാവൽ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും. ദെൻ 30 മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ 30 മിനിറ്റിൽ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നു. സോ 30 മിനിറ്റിൽ എത്രത്തോളം ഈ ക്യാൻഡിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നു എന്നുള്ള അറിയാൻ പറ്റും. ദെൻ 12 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈം ഫ്രെയിം നമുക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് നമുക്ക് ഏതാണോ ഇവിടെ വരേണ്ടത്, ഇവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത്, അതിനെ നമുക്ക് സ്റ്റാർ ചെയ്തിട്ടാൽ നമ്മുടെ ഫേവറേറ്റ്സ് ആയിട്ട് വരും. അത് നമുക്കിവിടെ സിംപ്ലി നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള ആക്സസിൽ കിട്ടും. ഇതിനൊരു ഷോർട്ട് കീയും കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏത് ടൈം ഫ്രെയിം ആണെന്ന് പെട്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇവിടെ നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് 5 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. വിച്ച് മീൻസ് 5 മിനിറ്റ്സിൻ്റെ ഒരു ടൈം ഫ്രെയിമിലാണ്. എനിക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ പോകണമെങ്കിൽ ഞാൻ ജസ്റ്റ് ചാർട്ടിൽ 30 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ 30 മിനിറ്റിൻ്റെ ചാർട്ടിലേക്ക് പോകും. ദെൻ എനിക്ക് 4 മണിക്കൂറിൻ്റെ ചാർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 4 അവേഴ്സിൻ്റെ 4H അടിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 4 അവേഴ്സിൻ്റെ ചാർട്ടിലേക്ക് പോകും. ദെൻ എനിക്ക് ഒരു ദിവസത്തെ ചാർട്ടിലേക്ക് പോകണമെങ്കിൽ 1D അഥവാ 1 ഡേ എന്ന് അടിച്ച് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ 1D. അങ്ങനെ ഷോർട്ട് കീസ് ഉണ്ട്, നമുക്ക് അങ്ങനെ സിംപ്ലി ആയിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും, അങ്ങനെ ചെയ്യാം. സോ ഇതാണ് ടൈം ഫ്രെയിംസിന്റെ എക്സ്പ്ലനേഷൻ. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ചാർട്ട്സിന്റെ വ്യൂ, ക്യാൻഡിൽസിന്റെ വ്യൂ. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു ക്യാൻഡിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, വിച്ച് മീൻസ് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഹോളോ ക്യാൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ബോഡിയുടെ ഉള്ളിൽ കളേഴ്സ് ഉണ്ടാവില്ല, ഹോളോ ആയിരിക്കും. ദെൻ അടുത്തതായിട്ട് വരുന്നത് ലൈൻ ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലൈനായിട്ട് വരും. ദെൻ ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏരിയ ഏതൊക്കെ ഏരിയ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിക്കും. ദെൻ ഹൈക്കനാഷി ഉണ്ട്, കോളംസ് ഉണ്ട്. കോളംസ് എന്ന് വെച്ചാൽ എത്രത്തോളം എന്താ പറയുക മാർക്കറ്റ് പോയിരുന്നു എന്നുള്ള പ്രൈസ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, എത്ര ലോ പോയിരുന്നു നമുക്ക് അറിയാൻ പറ്റില്ല. ദെൻ ഹൈക്കനാഷി എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും ബോഡിയെ ഫോക്കസ് ചെയ്യുന്ന, വിക്കുകളിൽ കൂടുതൽ പ്രാധാന്യം, ഷാഡോയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ് വരാറ്. സോ അങ്ങനെ പല തരത്തിലുള്ള ക്യാൻഡിൽസ് അവൈലബിൾ ആണ്. നമുക്കതിൽ ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ക്യാൻഡിൽസ് നമുക്ക് ചൂസ് ചെയ്യാം. സോ അങ്ങനെ എടുക്കാൻ പറ്റും.
ദെൻ അടുത്തതായിട്ട് ഒരു ഓപ്ഷൻ ഉള്ളത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഒത്തിരി അധികം ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് ഫണ്ടമെന്റൽ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. സോ ഞാനൊരു എക്സാമ്പിൾ, ഞാനൊരു CPR വിത്ത് പിവറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പിവറ്റ് ലൈൻസ് ഉള്ള ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. സോ ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം, അവൈലബിൾ ആയിരിക്കും. നമുക്കത് ചൂസ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു നമുക്കൊരു ജസ്റ്റ് ഒരു പോപ്പപ്പ് വരും. ഈ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ആരോ മാർക്ക് കാണുന്നിടത്ത് നമ്മൾ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് എടുത്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ഇൻഡിക്കേറ്റേഴ്സിനെ വിസിബിൾ ആക്കി കഴിഞ്ഞാൽ അതെല്ലാം മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും. പല പല ലൈൻസും പല ഒരു ക്യാൻഡിൽസും ഷെയ്ഡ്സും എല്ലാം വരുന്നുണ്ടല്ലേ. സോ ഇതെല്ലാം ഞാൻ വിസിബിൾ ആക്കിയതുകൊണ്ടാണ്. എനിക്കിത് ഡിലീറ്റ് ചെയ്താണെങ്കിൽ ഇവിടെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിടാം. എനിക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്തിടാം. ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഷോർട്ട് കീ ആണ്. അടുത്തതായി പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അടുത്തൊരു അലേർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അലേർട്ട് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത്, ഈ ഒരു ഹയസ്റ്റ് സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകുമ്പോൾ എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, എനിക്ക് റിലയൻസിലാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ വരുന്ന 1320 ആണെന്ന് വിചാരിക്കും. സോ അലേർട്ട് ക്ലിക്ക് ചെയ്യുക, 1320 എന്ന് പറഞ്ഞ് വാല്യൂ ക്ലിക്ക് ചെയ്ത് എവറി ടൈം ഓൺലി വൺസോ, എത്ര തവണ വേണമെങ്കിലും നമുക്ക് പല പല സമയത്തായിട്ട് മെൻഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു തവണ അതിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് അറിയണം എന്നുള്ള ഒരു ഓപ്ഷനിൽ കൊടുത്ത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ വന്നു വീഴും. 1320 എന്ന് പറയുന്ന ഒരു ലൈനായിട്ട് ഇവിടെ വരും. സോ നമുക്കിത് ഈ ഒരു വാല്യൂ പ്രൈസ് മുകളിലേക്ക് വന്ന് എപ്പോൾ ഈ 1320 ക്രോസ് ചെയ്യുന്നോ അപ്പോൾ നമുക്കൊരു അലേർട്ട് വരികയും നമുക്ക് ഇതിന്റെ അലേർട്ടിനനുസരിച്ച് നമ്മൾ വേറെ ചാർട്ടിലായിരിക്കും, അല്ലെങ്കിൽ വേറൊരു കറൻസി പെയറോ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയോ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാവും ചിലപ്പോൾ അലേർട്ട് വരാം. സോ ഇവിടെ ഒരു പോപ്പപ്പ് ആയിട്ട് വരും. സോ ഈ പോപ്പപ്പ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മുടെ എൻട്രി പ്രൈസിലോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സോണിൽ എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു അലേർട്ട്സ് തരാനായിട്ട് ഈ അലേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഞാൻ തൽക്കാലം അത് ഡിലീറ്റ് ചെയ്യാണ്. ഇതല്ലാതെ ഇതിനൊരു ഷോർട്ട് കീ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ക്രോസിയർ ഉണ്ടല്ലോ, ക്രോസിയർ മീൻസ് ഈ കർസർ, അതിന്റെ വലത് സൈഡിലായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സോണിലാണ് വേണ്ടതെങ്കിൽ ഈ സോണിന്റെ വലത് സൈഡിൽ വരുമ്പോൾ നമുക്ക് ഒരു പ്ലസ് സൈൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അലേർട്ട് ഓൺ റിലയൻസ് അറ്റ് 1331 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു അലേർട്ട് സെറ്റ് ആവും. സോ നമുക്ക് അങ്ങനെ ഷോർട്ട് കീ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അലേർട്ട്സ്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് ഇതൊരു ഫേവറേറ്റ് വൺ ആണ്, റീപ്ലേ ബട്ടൺ. റീപ്ലേ ബട്ടൺ മീൻസ് ഞാനിപ്പോൾ നിൽക്കുന്ന സോണിൽ നിന്ന് മാർക്കറ്റ് എങ്ങോട്ടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. മീൻസ് ഞാൻ ഉദ്ദേശിച്ച ഒരു എക്സാമ്പിൾ, ഞാനൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സോ ഇങ്ങനെ വന്ന് മാർക്കറ്റ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പോവാമോ ഇല്ലയോ എന്നൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ചാർട്ട്, മുമ്പ് കഴിഞ്ഞു പോയ ടൈം പീരീഡിലേക്ക് നമുക്കൊന്ന് റിവേഴ്സലായിട്ട് പോയി ഒന്ന് റീപ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റീപ്ലേ ബട്ടണിൽ യൂസ് ചെയ്യാം. സോ എവിടെ നിന്നാണ് എനിക്ക് വേണ്ടത് അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റീപ്ലേ ബട്ടൺ അവിടെ മുതൽ ആ ടൈം മുതൽ സ്റ്റാർട്ട് ചെയ്യും. എനിക്കിവിടെ താഴത്തെ ഓപ്ഷൻസ് സെലക്ട് ബാർ, ഏത് ബാറാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് അതിങ്ങനെ ചൂസ് ചെയ്യുക. ഇവിടെ മുതലാണ് വേണ്ടെങ്കിൽ ആ ബാർ ചൂസ് ചെയ്യുക. അവിടെ മുതൽ പിന്നെ റീപ്ലേ വരും. വിച്ച് മീൻസ് 18th of June തൊട്ട് മാർക്കറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വന്ന അതേ പൊസിഷനിലായിരിക്കും വരിക. പക്ഷെ നമുക്ക് പല സ്ട്രാറ്റജീസ് വലിയ നമുക്ക് ട്രയൽ അടിക്കാൻ പറ്റും, ട്രയൽ നോക്കാൻ പറ്റും. സോ ഇതിൽ ഞാൻ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മുതൽ എങ്ങനെയാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് എന്നുള്ള ഒരു റീപ്ലേ വരും. എനിക്ക് ഇതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. 10 candles per second ഉണ്ട്, 7 candles ഉണ്ട്, 1 candle per second ഉണ്ട്. 1 candle per second കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ ഒരു ക്യാൻഡിൽ ഓരോ സെക്കൻഡിൽ ഓരോ ക്യാൻഡിൽ വരും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ഇതിന്റെ റീപ്ലേ ബട്ടൺ നോക്കാം. ഫോർ എക്സാമ്പിൾ എനിക്കിതിന് ഒരു ഡെമോ വെർഷനിൽ എനിക്കിത് വാങ്ങുകയും വിൽക്കുകയും ചെയ്തത് എൻ്റെ സ്ട്രാറ്റജി സക്സസ് ആണോ എന്ന് നോക്കണം. സോ ഞാൻ ഇതിന് താഴേക്ക് വന്നാൽ വാങ്ങാൻ പ്ലാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നിട്ട് വരുന്ന സമയത്ത് എനിക്ക് ബൈ ചെയ്യണമെങ്കിൽ ബൈ ചെയ്യാം. സോ ഞാനിവിടെ ബൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലോട്ട് ബൈ ആയിട്ടുണ്ടാവും. സോ അത് ഇപ്പോൾ സ്ട്രാറ്റജി ബേസിൽ എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ് ലോസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ 38 രൂപ 55 രൂപ ലോസിലാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് അറിയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എനിക്കത് ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു സ്ഥലത്ത് നിന്ന് താഴേക്ക് മാർക്കറ്റ് വീഴാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച് എനിക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നാൽ എനിക്ക് പ്രോഫിറ്റബിൾ ആവുമോ ലോസ് ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് ഒന്ന് നമ്മുടെ സ്ട്രാറ്റജി ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റും. സോ ഇതാണ് റീപ്ലേ ബട്ടന്റെ ഓപ്ഷൻ. ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, കൺഫർമേഷൻ ചോദിച്ചു, ക്ലോസ് ചെയ്തു. സോ അത് കഴിഞ്ഞു വീണ്ടും പഴയതുപോലെ തന്നെ നമ്മുടെ ചാർട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നു. ദെൻ ഇതൊരു ചാർട്ട് ലേ ഔട്ട് ആണ്. നോർമലി ഇത് പ്രീമിയം വേർഷൻ എടുക്കുന്നവർക്കായിരിക്കും അവൈലബിൾ ആവുക. സോ എനിക്ക് 2 ചാർട്ട് ഒരേ സമയം അനലൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ റിലയൻസിന്റെ ചാർട്ടും നിഫ്റ്റി 50 ഒരു ചാർട്ടും എനിക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോളത്തിൽ തന്നെ 2 വേർഷൻ എനിക്ക് ഇടാൻ പറ്റും. ചിലപ്പോൾ 4, 5, 8 ഒക്കെ ഓപ്ഷനുള്ള പ്രീമിയം വേർഷൻസ് അവൈലബിൾ ആണ്. അത് നമുക്ക് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ, ക്യാഷ് അടച്ച് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. സോ അങ്ങനെ നോക്കാം. സോ ഇതൊക്കെയാണ് ഇപ്പോഴുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലെഫ്റ്റ് സൈഡിൽ വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ടൂൾസ് നമുക്ക് കാണാൻ പറ്റും. ഇത് കോമൺലി യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് വ്യൂവിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. ഞാനിതൊന്ന് പഴയതുപോലെ ആക്കിക്കോട്ടെ. ഓക്കെ, കോമൺലി യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. ഈ ടൂൾസിൽ
നമ്മൾ ഇതൊരു ക്രോസ് എയർ ടൂളാണ്. ഇത് നമുക്ക് ക്രോസ് എയർ ഡോട്ട്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ലൈൻ എക്സ് ആൻഡ് വൈ ആക്സിസിലുള്ള ലൈനാണ് കിട്ടുന്നത്. ഇത് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡോട്ടിലായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ ആരോ മാർക്ക് കൊടുത്താൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടുത്തെ ആരോ മാർക്ക് ആയിരിക്കും കാണിക്കുക. അങ്ങനത്തെ ഇതിൽ നമുക്ക് ഒരു പ്രോപ്പർ ഇത് ചെയ്യാം. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ലൈൻസ് ആണ്. പല തരത്തിലും പല വിധത്തിലുള്ള ലൈൻസ് അവൈലബിൾ ആണ്. ട്രെൻഡ് ലൈൻ മീൻസ് ഒരു ട്രെൻഡ് ലൈൻ നമുക്കൊരു ലൈൻ വരയ്ക്കാനൊക്കെ ആയിട്ട് നമുക്കിത് ചൂസ് ചെയ്യാം. ദെൻ ഹൊറിസോണ്ടൽ ലൈൻ മീൻസ് എക്സ്റ്റെൻഡ് ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ പല ലൈൻസ് ഉണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ഹൊറിസോണ്ടലി ഫോം ആവും. ദെൻ ക്രോസ് ലൈൻസ് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രോസ് ലൈൻ അവിടെ ഫോം ആവും. ഇറ്റ്സ് അപ് ടു ദ യൂസേഴ്സ് വിഷ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്തതായി പല പല ടൂൾസ് ഉണ്ട്. ഹൈക്കനാഷി ടൂൾസ് ഉണ്ട്, ഫിബനാക്കി ടൂൾസ് ഉണ്ട്, ഗ്യാൻ ടൂൾസ് ഉണ്ട്, ദെൻ XABCD പ്ലാൻസ് പാറ്റേൺസ് ഉണ്ട്, ഫോർകാസ്റ്റിംഗ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ്. നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഈ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ എന്താ പറയുക, ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യണം, എന്തൊക്കെ ചാർട്ട്സിൽ ഏതൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നെല്ലാം വിശദമായിട്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഇത് ഒരുപാടധികം പറയാനുള്ളത് കൊണ്ടാണ് ഞാനിത് ഡീറ്റെയിലിംഗ് ഇപ്പോൾ പറയാത്തത്. ദെൻ അഞ്ചാമതായിട്ട് വരുമ്പോൾ ബ്രഷ് ടൂൾ ഉണ്ട്. ബ്രഷ് ടൂൾ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചാർട്ടിൽ എഴുതണോ വരയ്ക്കണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബ്രഷ് ടൂൾസ് യൂസ് ചെയ്യാം. ദെൻ അതിന് താഴെ തന്നെ കുറച്ചധികം ഹൈലൈറ്റേഴ്സ്, ആരോ മാർക്സ്, ആരോ മാർക്കർ, ദെൻ റെക്ടാങ്കിൾ, ഒരു റെക്ടാങ്കിൾ ബോക്സ് വരയ്ക്കണമെങ്കിൽ റെക്ടാങ്കിൾ വരയ്ക്കാം. ഇങ്ങനെ പല വിധത്തിലുള്ള ചാർട്ട്സ് ആൻഡ് പാറ്റേൺസ് അവൈലബിൾ ആണ്. പാത്ത്, ഒരു കണ്ടിന്യൂഷൻ ലൈൻസ് വരയ്ക്കണമെങ്കിൽ പാത്ത് എന്ന് പറയുന്ന ഒരു ലൈൻ ചൂസ് ചെയ്യാം, മീൻസ് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു കുറച്ചധികം ടൂൾസ് അവിടെ അവൈലബിൾ ആണ്. ദെൻ അതിന് തൊട്ട് താഴെ ടെക്സ്റ്റ് ടൂൾസ് ഉണ്ട്. ടെക്സ്റ്റ് ടൂൾസ് മീൻസ് എനിക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റ് ടൂൾ ചൂസ് ചെയ്യാൻ ടൈപ്പ് ചെയ്യാം. ദെൻ അടുത്തായിട്ട് കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്യാൻഡിലിനെ കുറിച്ച് എനിക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഞാനിങ്ങനെ ഒരു ക്യാൻഡിലിനെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററിന്റെ ഒരു സോൺ എത്തുമ്പോൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചാർട്ട്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ സ്മൈലീസ് ഉണ്ട്. സ്മൈലീസ് നമുക്ക് ഇഷ്ടമുള്ള സ്മൈലി എടുക്കുക, ചൂസ് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇങ്ങനത്തെ കുറച്ച് ടൂൾസ് അവൈലബിൾ ആണ്. ദെൻ മെഷറിംഗ് ടൂൾസ് ഉണ്ട്. നമുക്ക് എവിടെ മുതൽ ഏത് വരെ, അത് വോളിയം എത്ര ബാർസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര കാൻഡിൽസ് ഉണ്ട് എന്നൊക്കെ നോക്കാനും അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാനും ഒക്കെ നമുക്ക് ഈ മെഷറിംഗ് ടൂൾസ് യൂസ് ചെയ്യാം. ദെൻ സൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യും. ദെൻ മാഗ്നറ്റിക് ടൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ലൈൻ ഒരു ക്യാൻഡിലിന്റെ ടോപ്പ് മുതൽ മറ്റൊരു ക്യാൻഡിലിന്റെ ടോപ്പ് വരെ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. നമുക്ക് സ്ട്രേറ്റ് ലൈൻസ് വരയ്ക്കാനെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ട്രെൻഡ് ലൈൻസ് ഒക്കെ വരയ്ക്കാൻ നമുക്കിത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും മാഗ്നറ്റിക് ടൂൾസ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. മാഗ്നറ്റ് ഓഫ് ചെയ്തിടാം. ദെൻ എന്താ പറയുക, ഏറ്റവും താഴെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റിമൂവ് ഒബ്ജക്ട്സ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടുണ്ട് നമുക്കത് ടോട്ടലി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റിമൂവ് ഡ്രോയിങ് ഡിലീറ്റ് ചെയ്യാം, റിമൂവ് ഇൻഡിക്കേറ്റേഴ്സ് ഡിലീറ്റ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. സോ ഇതാണ് ബേസിക്കലി ലെഫ്റ്റ് സൈഡിലുള്ള കുറച്ച് ടൂൾസ്. താഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു ടൈം ഫ്രെയിം ആണ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മളിപ്പോൾ ഏത് ടൈമിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് ദിവസമാണ് നിൽക്കുന്നത് എന്നുള്ള ഡേറ്റും കാര്യങ്ങളും ടൈമും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം താഴെ കുറച്ച് നമുക്ക് ഇത് കാണാൻ പറ്റും. സ്പ്ലിറ്റ്, ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് വന്ന ദിവസം ഏതാണ്, ഒരു സ്റ്റോക്കിന്റെ ഏർണിംഗ്സ് ഇഷ്യൂ ചെയ്ത ദിവസം ഏതാണ്, അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ സിമ്പിൾസ് വഴി നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് ലെഫ്റ്റ് സൈഡ് താഴത്തെ ഡീറ്റെയിലിംഗ്. തൊട്ട് താഴെ സ്റ്റോക്ക് സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ്, പൈൻ എഡിറ്റർ അവൈലബിൾ ആണ്, സ്ട്രാറ്റജി ടെസ്റ്റർ ഉണ്ട്, ദെൻ റീപ്ലേ ട്രേഡിംഗ് പാനൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റോക്ക് സ്ക്രീനർ മീൻസ് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇന്നത്തെ പെർഫോം ചെയ്ത പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്യണമെങ്കിൽ ഏതൊക്കെ സ്റ്റോക്സിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഫിൽറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം. ഏതൊക്കെ ഓപ്ഷൻസ് വേണോ അതെല്ലാം ചൂസ് ചെയ്തുകൊണ്ട് ആ ഓപ്ഷൻസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ മാത്രം സ്ക്രീൻ ചെയ്യണമെങ്കിൽ നമുക്കിതിൽ ഏതൊക്കെയാണോ വേണ്ടത്. ഫോർ എക്സാമ്പിൾ ആവറേജ് വോളിയം ഒരു 50 മില്യൺ എബോ ഉള്ളവരെ നോക്കുന്നുണ്ട്, 1 മില്യൺ വരെയുള്ള സാധനങ്ങൾ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്ത് ഞാനിവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ, സേവ് കൊടുക്കേണ്ട, ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി സേവ് ആണ്. അത് കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിന് വേണ്ടി മാത്രമുള്ള സ്റ്റോക്സ് ഏതൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ്. സോ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ പൈൻ എഡിറ്റർ മീൻസ് എനിക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, എനിക്കൊരു പ്രോപ്പർ ആയിട്ടൊരു സ്ട്രാറ്റജി സ്ക്രിപ്റ്റ് ഉണ്ട്. ഞാൻ ആ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിലിംഗ് എല്ലാം എൻ്റെ ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആയിരിക്കും. അതായത് ട്രേഡിംഗ് വ്യൂവിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ ഈ പൈൻ എഡിറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രാറ്റജി ടെസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എന്നാലും ബേസിക് ആയിട്ട് ഒരു ട്രേഡിംഗ് വ്യൂ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ചാർട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന ചെറിയ ഈ ഒരു ഇൻഫർമേഷൻ കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ ടൂൾസിൽ ഏതെങ്കിലും ടൂൾസ് നമ്മൾ ഫേവറേറ്റ്സ് ആയിട്ട്, അതായത് വലത് സൈഡിലൊരു സ്റ്റാർ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈസി ആക്സസിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഓപ്ഷനിൽ ഈ പറയുന്ന ടൂൾസ് എല്ലാം നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. സോ എപ്പോഴും നമ്മൾ ഓരോന്നിലും വന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോ ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും.
അടുത്തതായി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, വലത് സൈഡിൽ നമ്മൾ ഈ പറയുന്ന ഞാൻ ഇതൊന്ന് മാറ്റി. ഓക്കെ, വലത് സൈഡിൽ നമ്മൾ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക്, ഇൻഡെക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്താണോ വേണ്ടത്, നമുക്കിവിടെ ആഡ് ബട്ടൺ കൊടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർലൈൻസ് ഉണ്ട്, നമുക്കൊരു അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസോ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇവിടെ വന്ന് കിടക്കും. ഇത് നോക്കി, നേരത്തെ ആഡ് ചെയ്ത റിലയൻസ് ഉണ്ട്, ഇപ്പോൾ അദാനി വന്നു. സോ അദാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അദാനിയുടെ സ്റ്റോക്കിന്റെ പെർഫോമൻസ് എന്താണെന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ച് സ്റ്റോക്സ് അല്ലെങ്കിൽ കുറച്ച് കറൻസി പെയർസോ അല്ലെങ്കിൽ കുറച്ച് കമ്മോഡിറ്റീസോ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേവറേറ്റ്സിൽ, നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്തിടാൻ പറ്റും. അതും പ്രീമിയം വെർഷൻ ആണെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള വാച്ച് ലിസ്റ്റിൽ അവൈലബിൾ ആണ്. പുതിയതായിട്ടൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അല്ല, ഏതെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കുകൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിടാൻ പറ്റും. ഇതാണ് ബേസിക്കലി ഈ ഒരു വാച്ച് ലിസ്റ്റിന്റെ യൂസ്. തൊട്ട് വലത് സൈഡിൽ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ വാച്ച് ലിസ്റ്റിന്റെ ഒരു മെനു ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞ അലേർട്സ് ഇടുന്നില്ലേ, അലേർട്ടിന്റെ ഒരു മെനു വരും. ഏതൊക്കെ അലേർട്സ് ആക്റ്റീവ് ആയിരുന്നു, ഏതൊക്കെ അലേർട്സിൽ ടാർഗറ്റ് ചെയ്ത് മീൻസ് ക്ലിക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അലേർട്സ് ക്രോസ് ആയിട്ടുണ്ട്, അലേർട്ട് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിലിംഗ് ഇവിടെ അറിയാൻ പറ്റും. ദെൻ അടുത്ത് വരുന്ന ഒരു ഒബ്ജക്ട്രി ആണ്. ഒബ്ജക്ട്രി എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന ടൂൾസിനെല്ലാം സേവ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ടൂളാണ്. സോ ഇങ്ങനെ ദെൻ നമ്മൾ നേരത്തെ ഒരു മാർക്കറ്റ് അനാലിസിന്റെ ഒരു കലണ്ടർ പറഞ്ഞില്ലേ, ആ കലണ്ടർ നമുക്കിവിടെ ഈസി ആക്സസിന് വേണ്ടിയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. സോ ഈ വരും ദിവസങ്ങളിൽ ഏതൊക്കെ ഇതിലാണ് ഉള്ളത്, ഇപ്പോൾ ഞാനിതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. ഞാനത് ക്ലിയർ ചെയ്യുന്നു. എൻ്റയർ വേൾഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ വേൾഡിലുള്ള പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും വരുന്ന പ്രധാനപ്പെട്ട ന്യൂസസും ഇൻഫ്ലേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കിട്ടും. സോ അങ്ങനെ ഇപ്പോൾ ഏർണിങ്സിനെ പറ്റി, റവന്യൂസിനെ പറ്റി, ഡിവിഡൻസിനെ പറ്റി, ഏതൊക്കെ സ്റ്റോക്കുകൾ ഡിവിഡൻഡ് തരുന്നുണ്ട് എന്നുള്ള പറ്റി, അങ്ങനെ ഏതൊക്കെ വേണോ ഇതെല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് പെർ ഡേ ഒരു ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടുന്നതാണ്. സോ അതിനനുസരിച്ച് നമ്മുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് ഈ പറയുന്ന ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പല രീതിയിലുള്ള ട്രേഡ്സും നമുക്ക് ഇതിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി ഡീറ്റെയിലിംഗ് ടു ദ ചാർട്ടിലേക്ക് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ചാർട്ടിന്റെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ചാർട്ടിൽ ഒരു ക്യാൻഡിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെനു ബോക്സ് ഓപ്പൺ ആവും. സോ എനിക്ക് ഈ ചാർട്ടിന്റെ ക്യാൻഡിൽസിന്റെ കളേഴ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ബോഡി, ബോർഡേഴ്സ്, വിക്ക് എന്നെല്ലാം പറഞ്ഞിട്ട്, വിക്ക് എന്ന് പറയുന്നത് ഈ ഷെയ്ഡിനെയാണ് പറയുന്നത്, വിക്ക്. സോ എനിക്ക് ഇവിടുത്തെ കളർ മാറ്റി ഞാനൊരു റെഡ് കളറും ഒരു ബ്ലാക്ക് കളർ കൊടുക്കുവാണ്. അതായത് ഗ്രീൻ കളേഴ്സ് ഉണ്ടായിരുന്ന ക്യാൻഡിൽസിനെല്ലാം മാറ്റി ബ്ലാക്ക് കളറും ആക്കി, അതിന്റെ റെഡ് കളേഴ്സ് ഉള്ള ക്യാൻഡിൽസിനെല്ലാം മാറ്റി വൈറ്റ് കളർ ആക്കുമെന്ന് വിചാരിക്കുക. സോ അങ്ങനെ വൈറ്റ് കളേഴ്സ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിന്റെ കളേഴ്സ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കളേഴ്സ് മാറി. സോ അങ്ങനെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തതായി ഏത് ടൈം സോണിലാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതിപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സിമ്പിളിൽ കൊൽക്കത്ത, വിച്ച് മീൻസ് ഇന്ത്യൻ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഒരു ദുബായിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ദുബായ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ദുബായ് കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ദുബായിലുള്ള ടൈമിങ്ങിലായിരിക്കും മാർക്കറ്റ് വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക. സോ എത്ര മിനിറ്റ് എത്ര ടൈം എന്നുള്ള കാര്യങ്ങളെല്ലാം ദുബായ് ടൈമിങ്ങിലായിരിക്കും കാണിക്കുക. സോ അങ്ങനെ നമുക്ക് ടൈം ഫ്രെയിം മാറ്റാൻ പറ്റും. സോ ഞാൻ തൽക്കാലം ഇത് തന്നെ കൊടുക്കുകയാണ്, കൊൽക്കത്ത. ദെൻ അടുത്ത പ്രധാനപ്പെട്ടത് സ്കെയിൽസ് ആൻഡ് ലൈൻസ്. ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കെയിൽസ് ആൻഡ് ലൈൻസിലും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സും പറയാനായിട്ടില്ല. ക്യാൻവാസിൽ വരികയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കിപ്പോൾ ഞാനിപ്പോൾ വൈറ്റിന് പകരം എനിക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആവും, ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ ആവും. അത് നമ്മുടെ ചോയ്സിനനുസരിച്ച് കൊടുക്കാം. ദെൻ ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈ ലൈനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളിവിടെ ആരോ മാർക്കിന് പകരം ഒരു ക്രോസ് ലൈൻ വരുന്നു എന്ന് പറഞ്ഞില്ലേ. സോ ഈ ഗ്രിഡ് ലൈൻസിനെ നമുക്ക് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഉണ്ട്, അത് ക്ലിയർ ചെയ്യാം. ദെൻ ഞാനിവിടെ റെഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് ലൈൻസ് വരും. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ലൈൻ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈൻ വന്നിട്ട് ഗ്രിഡ് ലൈൻ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ, ക്രോസ് ഹെയർ ആണ് നമ്മുടെ ഈ ലൈൻ. സോ ഗ്രിഡ് ലൈനിൽ ഞാനിപ്പോൾ തൽക്കാലം വൈറ്റ് തന്നെ കൊടുക്കാം. നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇതിനുള്ളിലൊരു ലൈൻസ് ഉണ്ട്, ഇന്നറായിട്ട് കുറച്ച് ലൈൻസ് വരുന്നുണ്ട്, ഗ്രിഡ് ലൈൻസ്. ഞാനത് ബ്ലാക്ക് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. യെസ്, ബ്ലാക്ക് വന്നു കണ്ടോ, സ്ക്വയർ ആയിട്ട് കുറച്ച് ലൈൻസ് വരുന്നുണ്ടോ. സോ ഈ ലൈൻസിനെ നമുക്ക് ഷെയ്ഡ്, പേഴ്സണലി ഞാനത് യൂസ് ചെയ്യാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ചിലപ്പോൾ നമ്മുടെ ട്രേഡിനെ ഡിസ്റ്റർബ് ചെയ്യും. ചിലപ്പോൾ അതൊരു സപ്പോർട്ടാണോ റെസിസ്റ്റൻസ് ആണോ എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടി മിക്കപ്പോഴും ഞാനത് ഓഫ് ചെയ്തിടാറാണ് പതിവ്. മീൻസ് വൈറ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടില്ല. ക്രോസ് ഹെയർ ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ, ക്രോസ് ഹെയർ ആണ് ഈ പറയുന്ന ഞാൻ കഴ്സർ മൂവ് ചെയ്യുന്ന ലൈൻ. അതിന് ഞാൻ റെഡ് ലൈൻ കൊടുത്താൽ റെഡ് വരും, ദെൻ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ വരും. അതിനനുസരിച്ച് കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ ആയിട്ട് വരും. സോ ഏത് കളറാണോ നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ അതിൻ്റെ ലൈൻ വേണ്ട, എനിക്ക് പ്രോപ്പർ ലൈൻ തന്നെ വേണം, അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ വാട്ടർമാർക്ക് മീൻസ് നമ്മളിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രേഡ് ചെയ്യുന്നത്. മീൻസ് ഞാൻ അദാനി എന്റർപ്രൈസസ് എടുത്തതുകൊണ്ട് തന്നെ അദാനി 1 ഡേ ചാർട്ടാണ്, അദാനി എന്റർപ്രൈസിന്റെ ചാർട്ടാണ് ഈ ട്രേഡ് ചെയ്യുന്നുള്ള ഒരു വാട്ടർമാർക്ക് ബ്ലാക്കിൽ വരുമ്പോൾ നമ്മുടെ ട്രേഡിന് അത് ബുദ്ധിമുട്ടാകും. പേഴ്സണലി അത് ഒന്നുകിൽ അത് ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ അതിന്റെ ഒപ്പാസിറ്റി കുറയ്ക്കുക. ഒപ്പാസിറ്റി മീൻസ് ഇതിന്റെ കാഠിന്യം എത്രത്തോളം അത് ഫിസിബിൾ ആവണം എന്നുള്ളതാണ് ഒപ്പാസിറ്റി ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ ഒപ്പാസിറ്റി കുറച്ച് നമുക്ക് വേണമെങ്കിൽ അതിനെ 0 ആക്കി ഇട്ട് കഴിഞ്ഞാൽ 0 പിന്നെ അത് കാണിക്കില്ല. സോ അങ്ങനെയാണ്.
ദെൻ ടെക്സ്റ്റ് ലൈൻസ്, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, മീൻസ് വായിച്ചാൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്താൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ അലേർട്സ് ആൻഡ് ഇവന്റ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സോ ഈ പറയുന്ന അലേർട്സ് എത്രത്തോളം ഇതിൽ കാണിക്കണം, എന്തൊക്കെയാണ് അലേർട്സിന്റെ സൗണ്ട് വരേണ്ടത്, മ്യൂസിക് വരേണ്ടത്, എല്ലാം നമുക്ക് ചൂസ് ചെയ്യാം അവിടെ. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫോർമാറ്റും സെറ്റ് ചെയ്തതിന് ശേഷം സേവ് ആസ് കൊടുത്ത് നിങ്ങളുടെ പേരിൽ നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സേവ് ചെയ്യുന്നത് അംജിത് എന്ന് പറഞ്ഞ എൻ്റെ പേരിലാണ് ഞാൻ സേവ് ചെയ്യുന്നത്. സോ എൻ്റെ പേരിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പറയുന്ന ടൂൾസ് എല്ലാം നമ്മുടെ ആ ഒരു ടെംപ്ലേറ്റിൽ സേവ് ആയി കഴിഞ്ഞു. സോ എപ്പോഴൊക്കെ നമുക്ക് ആ ടെംപ്ലേറ്റ് വേണോ നമ്മളിവിടെ വരെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടുന്ന് അംജിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അംജിതിലേക്ക് പോകും. അല്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ഡിഫോൾട്ട്സ്, ഞാൻ ഡിഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ എല്ലാം പഴയ സിസ്റ്റത്തിലേക്ക് മാറി വരും. സോ ഇങ്ങനെ ഒരു ട്രേഡിംഗ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ചെയ്യണമോ അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സോണിൽ നമ്മളിപ്പോൾ എവിടെയോ ആണ്, ചാർട്ടിൻ്റെ എവിടെയാണ്, നമ്മൾ കുറേ നേരം നോക്കിയിട്ടും ചാർട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു സോണിൽ എത്തുമ്പോൾ ഈ ഒരു വലത് സൈഡിലെ പ്രൈസ് റേഞ്ചിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാർട്ടിൽ വിസിബിൾ ആയിട്ട് വരും. ഇനി അതും വേണ്ട, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു 30 മിനിറ്റ്സ് ഡേ ചാർട്ടാണ്. ഞാനതിനെ 5 മിനിറ്റ്സ് ചാർട്ടിലേക്ക് 5 എന്ന് അടിച്ചു, എൻ്റർ അടിച്ചപ്പോൾ 5 മിനിറ്റ്സ് ചാർട്ടിലേക്ക് പോയി. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 5 മിനിറ്റ്സിന്റെ ചാർട്ട് വരും. ഇത് അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഒരു 30 മിനിറ്റ്സ് ചാർട്ടിലേക്ക് വന്നു, എനിക്ക് പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീഫ്രഷ് ബട്ടൺ ഉണ്ട്, താഴേക്ക് വരുമ്പോൾ റീസെറ്റ് ചാർട്ട് വ്യൂ എന്ന് പറഞ്ഞത് Alt+R കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വരും. സോ റീസെറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് റീസെറ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചാർട്ട് വ്യൂ വരും. സോ ഇങ്ങനെ കുറേ ഷോർട്ട് കീസും അവൈലബിൾ ആണ്. സോ ഇങ്ങനെ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിലിംഗ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. എന്ന് വെച്ച് ഇത് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്നതോടുകൂടി ട്രേഡ് എടുക്കാൻ പ്രാപ്തരാകുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിനനുസരിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിലിംഗ് എല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഈ പറയുന്ന ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു സൈറ്റിന്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക്സ് എ ലോട്ട്.